ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ ഒരു ടാക്റ്റൈൽ മാട്രിക്സ് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രാക്ടിക്കൽ വീഡിയോ ആണ് എടുക്കുന്നത്. സോ നമുക്ക് ഈ ഒരു സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ക്രിപ്റ്റോ വാലറ്റ് ഉണ്ടായിരിക്കണം. ഞാനിവിടെ നമ്മുടെ ടോക്കൺ പോക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ടോക്കൺ പോക്കറ്റിൽ എൻ്റെ ഈ വാലറ്റിൽ ഞാൻ 2 ക്രിപ്റ്റോസ് വാങ്ങി വെച്ചിട്ടുണ്ട്. ഒന്ന് മാറ്റിക്കും, അതുപോലെ തന്നെ രണ്ടാമത്തെ ഡായും. എനിക്ക് 7 സ്ലോട്ടുകളാണ് ഞാൻ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ 635 ഡായും അതേപോലെ തന്നെ ഗ്യാസ് ഫീക്ക് വേണ്ടിയിട്ട് ഞാൻ 5 മാറ്റിക്കുമാണ് എടുത്തുള്ളത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നേരെ ചെല്ലേണ്ടത് നമ്മുടെ വാലറ്റിലുള്ള ഡിസ്കവറിൽ കയറിയിട്ട് നമ്മുടെ പാർട്ട്ണറുടെ ഒരു ജോയിനിങ് ലിങ്ക് അവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ബ്രൗസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പുതിയ പേജിലേക്ക് എൻ്റർ ആവും. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ പോളിഗണിൻ്റെ ആ ഒരു നെറ്റ്വർക്കിലൂടെ മാത്രമാണ് പ്രോസസ്സിങ് നടക്കുകയുള്ളൂ. അത് നമ്മൾ പ്രത്യേകം അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പിന്നീട് നമ്മൾ അവിടെ ഒരു സൈനപ്പ് 2 ടിക്ക് കൊടുത്തിട്ട് സൈനപ്പ് 2 വെരിഫിക്കേഷൻസ് ആണ്. അത് കൊടുത്തതിന് ശേഷം നമ്മൾ സൈനപ്പ് കൊടുക്കുക. ഓക്കെ, ഈ സൈനപ്പ് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ അടുത്തൊരു ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വെൽക്കം പോസ്റ്റർ നമുക്ക് മെറ്റാഫോഴ്സിലൂടെ കിട്ടും. അതിൽ നമ്മൾ കണ്ടിന്യൂ കൊടുത്തിട്ട് നമ്മൾ വീണ്ടും സൈനപ്പിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സൈനപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ലോഗിൻ സിസ്റ്റത്തിലേക്ക് നമ്മൾ കണക്റ്റ് ആയി വരും. ഓക്കെ, അങ്ങനെ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹോം പേജിൽ അവിടെ മുകളിലുള്ള 4 ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഹോം പേജ് വരും. ആ ഹോം പേജിൽ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ടാക്റ്റൈൽ ഗെയിം ആപ്പ് എന്നുള്ള അവിടെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ വീണ്ടും നമുക്ക് ഒരു കണക്റ്റ് വാലറ്റിൻ്റെ ഓപ്ഷൻ വരും. നമ്മൾ ടോക്കൺ പോക്കറ്റായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും അവിടെ ജോയിനിങ് കൊടുക്കുക. അപ്പോൾ ജോയിൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ പ്രോസസ്സ്, ഒരു സ്മാർട്ട് കോൺട്രാക്ട് കോളാണ് അവിടെ ആക്ച്വലി നടക്കുന്നത്. അത് നമ്മൾ കൺഫേം ചെയ്യുക. ഓക്കെ, അത് കൺഫേം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ തന്നെ നമ്മുടെ ആ ഒരു സിസ്റ്റത്തിൻ്റെ ഹോം പേജിലേക്ക് നമ്മൾ വീണ്ടും എൻ്റർ ആയി വരും. ഓക്കെ, എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റുന്നത് നമ്മളിൽ ചൂസ് ചെയ്യേണ്ടത് ടാക്റ്റൈൽ ഗെയിം ആപ്പ് എന്നുള്ള ആ ഒരു ഓപ്ഷനാണ്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാക്റ്റൈൽ മാട്രിക്സുകൾ അവിടെ കാണാൻ പറ്റും. ആദ്യത്തെ ലെവലാണ് 5 ഡായുടെ ഫസ്റ്റ് ലെവൽ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവിടെ ആക്ടിവേറ്റ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക, നമ്മളൊരു കൺഫർമേഷനിൽ ടിക്ക് ഇടുക. അതിനുശേഷം വീണ്ടും നമ്മൾ പ്രൊസീഡ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു സ്മാർട്ട് കോൺട്രാക്ട് കോൾ വരും. ഈ ഒരു സ്മാർട്ട് കോൺട്രാക്ട് കോളിന് നമ്മൾ എന്ത് ചെയ്യാണ്, വെരിഫൈ ചെയ്യുകയാണ്. ഐ മീൻ കൺഫർമേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും ഒരു കൺഫർമേഷൻ കോൾ വരും. അതും കൂടെ കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു സിസ്റ്റം അവിടെ ആക്ടിവേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം കുറച്ച് ടൈം എടുക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ബ്ലോക്ക് ചെയിനോട് റൺ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് മേ ബി ടു ടേക്ക് 30 സെക്കൻഡ്സ് എന്ന് അവരവിടെ മെൻഷൻ ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ സെക്കൻഡ് ലെവലും ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു സ്മാർട്ട് കോൺട്രാക്ട് കോൾ വരും, നമ്മളതിന് കൺഫർമേഷൻ കൊടുക്കും. കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം വീണ്ടും സിസ്റ്റം ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് ഒരു സ്മാർട്ട് കോൺട്രാക്ട് കോൾ കൂടെ അവർ പ്രൊസീഡ് ചെയ്യും. അത് നമ്മൾ കൺഫേം ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സിസ്റ്റം കിട്ടും. ഇതേപോലെ ത്രൂ ഔട്ടായിട്ട് നമ്മൾ 7 ലെവലുകളും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആക്ടിവേറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി മൂന്നാമത്തെ ലെവലിൽ S3 എന്നാണ് കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. മറ്റതൊക്കെ S6കളായിരുന്നു. അപ്പോൾ ഈ S3 കാറ്റഗറി പെട്ട എന്താണ് S6, എന്താണ് S3 എന്നുള്ളതൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് ഇതിന് ശേഷം വരുന്ന ടാക്റ്റൈലിന് പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ കൃത്യമായിട്ട് പറയും എങ്ങനെയാണ് ഈ S3ലും S6ലും വന്നിട്ടുള്ള ആ ഒരു ഫണ്ട് ഫ്ലോ എങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ വരുന്ന വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഓരോ ലെവലുകളും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സ്മാർട്ട് കോൺട്രാക്ട് കൺഫർമേഷൻ വഴി തന്നെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഈ ഒരു ലെവൽ ആക്ടിവേഷൻ ഇവിടെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സിസ്റ്റം ബൈ ചെയ്യാനുള്ള എമൗണ്ട് ഒരു തേർഡ് പാർട്ടിയിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു മെറ്റാഫോഴ്സ് എന്നുള്ള കമ്പനി എന്ന് പറയുന്ന അതിൻ്റെ ഒരു അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്ക് എൻഡിൽ കിടക്കുന്ന ടെക്നിക്കൽ ടീംസ് അല്ലെങ്കിൽ അവരിലേക്കൊന്നുമല്ല നമ്മൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കുന്നത്. മറിച്ച് സ്മാർട്ട് കോൺട്രാക്ട് നമുക്ക് എന്താണെന്നറിയാം, 2 വ്യക്തികൾ മാത്രമായിട്ടുള്ള ഒരു കരാറാണ്. അപ്പം നമുക്ക് നമ്മുടെ പാർട്ട്ണറുടെ ലിങ്കിലൂടെ നമ്മൾ ഇതിൽ ജോയിൻ ചെയ്ത് വരുമ്പം ഈ ലെവലുകളുടെ ജോയിനിങ് ലിങ്ക് നമുക്ക് നമ്മുടെ പാർട്ട്ണറാണല്ലോ തന്നത്. അപ്പോൾ ഈ ലെവലുകളും നമ്മൾ ആക്ച്വലി ഒരു സ്മാർട്ട് കോൺട്രാക്ട് നടത്തുന്നത് നമ്മളുടെ പാർട്ട്ണറായിട്ടായിരിക്കും, മേ ബി നമ്മളുടെ ഈ ഒരു സ്പോൺസറായിട്ടായിരിക്കും. ഓക്കെ, അപ്പം എല്ലാ ലെവൽസും അല്ല, ചില ലെവലുകളുടെ സ്മാർട്ട് കോൺട്രാക്ട് നടക്കുന്നത് അവരുടെ സ്പോൺസേഴ്സുമായിട്ടായിരിക്കും. അതാണ് ആക്ച്വലി S6, S3 ഒക്കെ നമ്മൾ കൃത്യമായിട്ട് പറയുമ്പോൾ എങ്ങനെയാണ് ആ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് അവിടെ മൂവ് ഓൺ ചെയ്യണം എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെയൊക്കെ ശരിക്കും സംഭവിക്കുന്നത് ഈ ഒരു സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെ നമ്മൾ സിസ്റ്റം ബൈ ചെയ്യുമ്പോൾ ഈ ഒരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ സ്പോൺസറിലേക്കായിരിക്കും ആ പെർട്ടിക്കുലർ ലെവലിൻ്റെ എമൗണ്ട് പോവുക. ഓക്കെ, അവരുടെ അക്കൗണ്ടിലേക്കായിരിക്കും അത് ക്രെഡിറ്റ് ആവുക.
ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, ഇവിടെ ഒരു ഇമ്മീഡിയറ്റ് ക്യാഷ് പ്രോഫിറ്റാണ് നമുക്കിവിടെ കിട്ടുന്നത്. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും ഈ ഒരു എമൗണ്ടിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം ഒരിക്കലും ഇവിടെ വരുന്നില്ല. കാരണം ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ അവിടെ പോസിബിൾ ആണെങ്കിൽ അത് ബ്ലോക്ക് ചെയിനിലൂടെ സ്മാർട്ട് കോൺട്രാക്ട് മെത്തേഡിൽ മാത്രമാണ് പോസിബിൾ ആവുക. പ്യൂർലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു തേർഡ് പാർട്ടിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ഇതിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇപ്പം ഞാനിവിടെ 5ാമത്തെ ലെവലിൻ്റെ ഒരു ആക്ടിവേഷനാണ് നടത്തുന്നത്. അപ്പോൾ ഈ ഒരു 5ാമത്തെ ലെവൽ ആരാണോ, ഈ 5ാമത്തെ ലെവലിൻ്റെ പ്രൈസ് ഉണ്ട് 80 ഡായി ഞാൻ കൊടുത്തിട്ട് ബൈ ചെയ്യാൻ തയ്യാറാവുമ്പോൾ ആക്ച്വലി എനിക്ക് ആ 80 ഡായിക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം കിട്ടുമ്പോൾ ആ 80 ഡായും പോയിട്ടുണ്ടാവില്ല. ആർക്കായിരിക്കും? എനിക്ക് ആര് മുഖേനയാണോ ഈ ഒരു ലിങ്ക് കിട്ടിയിട്ടുള്ളത് അവരുടെ അക്കൗണ്ടിലേക്കായിരിക്കും ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് ആവുക. ഇതിനെ കംപ്ലീറ്റ് കൈകാര്യം ചെയ്തത് ഒരിക്കലും ഈ ഒരു മെറ്റാഫോഴ്സ് എന്നുള്ള എക്കോ സിസ്റ്റം അല്ല, മറിച്ച് പോളിഗൺ ബ്ലോക്ക് ചെയിൻ ആണ് ഈ കാര്യങ്ങളിലൂടെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സെക്യൂർ ആയിട്ടാണ് ആ ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത്. ഇനി ഞാനിവിടെ ഒരു 160 ഡായി ഇതേപോലെ ഒരു സ്മാർട്ട് കോൺട്രാക്ട് മെത്തേഡിലൂടെ ബൈ ചെയ്യാമെന്ന് വിചാരിക്കാം. ഞാൻ ഇതിന് ആക്ടിവേഷൻ കൊടുക്കുകയാണ്. ഞാൻ ആക്ടിവേഷൻ കൊടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഡായി പോകാനുള്ള ഒരു കൺഫർമേഷൻ സ്മാർട്ട് കോൺട്രാക്ട് കോളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അത് ഞാൻ കൺഫേം ചെയ്യുകയാണ്. അത് കൺഫേം ചെയ്തോട് കൂടിയിട്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 160 ഡായി എന്ത് ചെയ്തു, ഇത് തരാൻ തയ്യാറായി നിൽക്കുന്ന എൻ്റെ സ്പോൺസറുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയാണ്. പകരം രണ്ടാമത്തെ ഒരു സ്മാർട്ട് കോൺട്രാക്ട് കോൾ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സിസ്റ്റം ഞാൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോളാണ് രണ്ടാമത് സംഭവിക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു ഒരു ബയ്യറും അല്ലെങ്കിൽ ഒരു സെല്ലറും മാത്രമായിട്ടുള്ള കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റം എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കോളാണ് ഞാൻ കൺഫേം ചെയ്യുന്നത്. അതും ഞാൻ കൺഫേം ചെയ്തപ്പോൾ ഇത് രണ്ടും കൂടെ അവിടെ ഓട്ടോമാറ്റിക്കലി എക്സിക്യൂഷൻ നടന്നതോട് കൂടിയിട്ട് എന്താ സംഭവിക്കുന്നത്, എൻ്റെ ഈ ഒരു ലെവൽ എനിക്ക് കിട്ടുകയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റിൻ്റെ ഇടയിലൂടെ ഇടനിലക്കാരനായി നിന്നുകൊണ്ടല്ല നമുക്ക് ഈ ലെവലുകൾ തരുന്നത്. അവരവരുടെ കമ്മീഷൻ എടുത്തിട്ടല്ല നമുക്ക് ഈ ഒരു പ്രോഫിറ്റുകൾ കിട്ടുന്നത്. എല്ലാം ഡയറക്റ്റ് ഡീലിംഗ് ആണ്. ഓക്കെ, ഇനി ഞാൻ ഇവിടുത്തെ 320 ഡായി 320 ഡായി ഏതാണ്ട് ഒരു 30,000 അടുത്ത് വരുന്ന അല്ലെങ്കിൽ ഒരു 28,000 29,000 രൂപയ്ക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള 7ാമത്തെ സ്ലോട്ടാണ് ഞാനോട് ബൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നതാണ്, ഞാൻ ഈ ഒരു സിസ്റ്റം സ്മാർട്ട് കോൺട്രാക്റ്റിന് വേണ്ടിയിട്ട് പ്രൊസീഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 320 ഡായി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്മാർട്ട് കോൺട്രാക്ട് കോളാണ് ഞാൻ കൊടുത്തുള്ളത്. രണ്ടാമത്തതോ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ള ഒരു സ്മാർട്ട് കോൺട്രാക്ട് കോളായിരിക്കും, ഈ സിസ്റ്റം എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺഫർമേഷനാണ് ഞാൻ രണ്ടാമത് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് ഇവിടെ ആക്ച്വലി സ്മാർട്ട് കോൺട്രാക്ട് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരിക്കലും ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റിൻ്റെ സഹായത്താലല്ല, മറിച്ച് നമുക്കിത് കൊണ്ടു തരുന്നത് ആരായിരിക്കും? നമ്മുടെ ബ്ലോക്ക് ചെയിനിലൂടെയുള്ള ബ്ലോക്ക് കൺഫർമേഷനിലൂടെ ആയിരിക്കും ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ആക്ച്വലി ഈ ഒരു സിസ്റ്റം പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അത്രമാത്രം സേഫായിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നത്. ഇതേപോലെ നമുക്ക് 12 ലെവലുകൾ നമുക്കിവിടെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് 12 ലെവലുകളെയും മാർക്കറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഒരു കൺഫർമേഷൻ കൊടുത്തോട് കൂടിയിട്ട് ആ 7ാമത്തെ ലെവലിൻ്റെ 320 ഡായി എനിക്ക് തന്ന എൻ്റെ സ്പോൺസറുടെ അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അത് ആ വ്യക്തി ഒരിക്കലും ഒരു വിഡ്രോവൽ അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടല്ല അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ആ ഫണ്ട് മാറിയിട്ടുള്ളത്. അത് ഓട്ടോമാറ്റിക് പ്രോസസ്സായിട്ട് അവിടെ നടക്കുകയാണ്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു വലിയൊരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ആ ഒരു മെത്തേഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും ഈ ഒരു മെറ്റാഫോഴ്സിൻ്റെ ഈ ടാക്റ്റൈൽ സിസ്റ്റം മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഒരാളെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പൊതുവെ എല്ലാവരും ഈ മാർക്കറ്റിംഗ് നടത്തും പറയാറുള്ളൊരു കാര്യമാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇൻകത്തിൻ്റെ ഒരു മെത്തേഡാണ് ഇവിടെ കാണിക്കുന്നത്. അതൊന്നുമല്ല ആക്ച്വലി ഈ ഒരു സ്മാർട്ട് കോൺട്രാക്ട് മെത്തേഡിലൂടെ സംഭവിക്കുന്ന ഒരു ട്രാൻസാക്ഷൻ കാര്യങ്ങളാണ്. സ്മാർട്ട് കോൺട്രാക്ട് എന്താണെന്ന് അറിയാത്ത വ്യക്തിക്ക് മേ ബി ഇതൊക്കെ ഒരു MLM കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്താനൊക്കെ തോന്നിയെന്ന് വരും. പക്ഷെ അതൊന്നുമല്ല ഇവിടെ സംഭവിക്കുന്നത്. ഇതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു റൊട്ടേഷൻ തന്നെയാണ്. അല്ലെങ്കിൽ നമുക്കൊരു സിസ്റ്റം കിട്ടുന്നു, പകരം നമ്മൾ അതിന് സ്മാർട്ട് കോൺട്രാക്ട് മെത്തേഡിലൂടെ നമ്മൾ ആ സിസ്റ്റത്തിനുള്ള എമൗണ്ട് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, ഇതൊരിക്കലും ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റിലൂടെ സാധ്യമായിട്ടുള്ള ഒരു കാര്യം കൂടെ അല്ല. അതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും ഈ സിസ്റ്റം ഇതേപോലെ കൊടുക്കാൻ നമുക്ക് എത്ര വേണമെങ്കിലും ഏർണിങ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഈ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ടാക്റ്റൈൽ പ്രോജക്റ്റ് ഇത്രമാത്രം വേൾഡ് വൈഡായിട്ട് ട്രസ്റ്റഡ് കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്യാണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞത്. നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ അതിന് ഇത്ര സമയം വെയിറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു കാര്യമായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിൽ ഒരു ട്രസ്റ്റ് നമുക്ക് ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ഇവിടെ 100% ട്രസ്റ്റ് ബിൽഡ് ചെയ്ത മേജർ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഫണ്ട് ഫ്ലോ തന്നെയാണ്.
ക്ലിയർ. അപ്പം നമ്മൾ എന്തായാലും ഈ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നിങ്ങൾ ഒരു സിസ്റ്റം ബൈ ചെയ്തുകൊണ്ട് ഇതിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. കൃത്യമായിട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ഈ രീതിയിൽ ഡായി അതേപോലെ തന്നെ മാറ്റിക് രണ്ടും പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ക്രിപ്റ്റോ വാലറ്റ്, ട്രസ്റ്റ് വാലറ്റ് ആയാലും ശരി, ടോക്കൺ പോക്കറ്റ് ആയാലും ശരി, മെറ്റാമാസ്ക് ആയാലും ശരി, ഈ വാലറ്റുകൾ കയറുക. അതിലേക്കൊക്കെ ഈ ഡായി മാറ്റിക് നമ്മൾ വാങ്ങി വെച്ചതിന് ശേഷം നമ്മളുടെ ഡിസ്കവറിൽ പോയിട്ട് ബ്രൗസ് ചെയ്തിട്ട് ആ ലിങ്ക് നേരെ കൊടുത്തു കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ആ ഒരു പേജിലേക്കായിരിക്കും എൻ്റർ ആവുക. അവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്തെടുക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? സോ ഇനി നമ്മൾ എങ്ങനെയാണ് ഇവിടെ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരു ടാക്റ്റിൽ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഒരു പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് വളരെ കൃത്യമായിട്ട് പറയുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോയുടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.